ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ തന്നെ സ്പെഷ്യൽ ഉണ്ടാക്കാം കേട്ടോ. സ്പെഷ്യൽ പറഞ്ഞാൽ ഉപ്പുമാവ്. അതിന് ഞങ്ങൾ മസാല ചേർത്ത് ഉണ്ടാക്കുക. തക്കാളി, സാധാരണ ഉപ്പുമാവിന് ചേർക്കുന്ന ഉള്ളി, പച്ചമുളക് അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് മസാലയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുക. നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ, സൂപ്പറാണ്. വേറെ കറി ഒന്നും വേണ്ട, അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. ഇല്ല, അതിനൊരു 2-3 പച്ചമുളക്, ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ട് കറിവേപ്പില, ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചട്ടി ചൂടായി, അതിലേക്ക് ഒറ്റക്കൈയിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതും കൊണ്ടാട്ടോ ഇങ്ങനെ. എനിക്ക് നല്ലോണം വെളിച്ചെണ്ണ വേണം, നെയ്യ് ചേർക്കുന്നതാണ്. ഇപ്പം നെയ്യ് കഴിഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പാല് തിളച്ചു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒറ്റക്കൈയിൽ ക്യാമറയും നല്ല ഫോണും ബ്രൂവിൻ്റെ കവർ പൊട്ടിക്കാൻ കിടന്ന് കളിക്കാം കേട്ടോ ഞാൻ. വലിയ കടുപ്പം വേണ്ട, ഒരു ചെറിയ പൊടി മതി. അപ്പോഴേക്കും ഉപ്പുമാവിൻ്റെ കടുക് എണ്ണ അവിടെ ചൂടായി. നമ്മളതിലേക്ക് കടുക് പൊട്ടി, അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ. അപ്പോൾ ചെറുങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലോണം മൂക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടെ വേണ്ടേ. അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളി അതിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് തക്കാളി ഒന്ന് വേകട്ടെ. മൂടി വെച്ച് കഴിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. ചിലർ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഇടാട്ടോ. ഞാൻ ഇച്ചിരി ചിക്കൻ മസാല മാത്രം ഇടുന്നത്. ഇത് മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് റവ കുറച്ച് കളഞ്ഞു.
വേണമെങ്കിലും മുട്ടയൊക്കെ ആഡ് ചെയ്യാട്ടോ. നമ്മൾ ഇപ്പോൾ നോമ്പായതുകൊണ്ടാണ് മുട്ട ഇടാത്തത്. അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. റവ വറുത്തതായ കൊണ്ടേ വേഗം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അമ്മ പറയണം നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാലേൻ്റെ അടിപൊളിയിൽ. അപ്പോൾ അത് വെള്ളം നല്ലോണം തിളച്ചേ. അപ്പോൾ ഇത് ഉപ്പുമാവാക്കിയിട്ട് കാട്ടിത്തരാം കേട്ടോ. വീട്ടിലും ഇളക്കലും കൂടെ ആകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല. അതാട്ടോ മസാല ഉപ്പുമാവ് റെഡിയായേ. നല്ല സൂപ്പറാക്കാം കഴിക്കാൻ. അതിലേക്ക് നമുക്കിനി വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ടത് തന്നെ മതിയല്ലോ. വേണമെങ്കിൽ പപ്പടം കൂട്ടി കഴിച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.